ഇപ്പോൾ തൃക്കരിപ്പൂർ MLA അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു, രാജഗോപാലൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ നിലയിൽ VSന് വലിയ തോതിലുള്ള VS ഏറ്റെടുത്തിട്ടുള്ള സമര പോരാട്ടങ്ങൾ അത് ജനങ്ങൾ ആകെയും നെഞ്ചേറ്റിയിട്ടുള്ളതാണ്. അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ച കാലയളവ്, VS പ്രവർത്തിച്ച കാലയളവ് എന്ന് പറയുന്നതിനെ മുഖ്യമന്ത്രി പിണറായി വിശേഷിപ്പിച്ചത് ഉജ്ജ്വലമായ ഏട് എന്നാണ് വിശേഷിപ്പിച്ചത്. അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം 2006 മുതൽ 2011 വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ കാലം എന്ന് പറയുന്നത് അതുല്യ സംഭാവനകൾ കേരളത്തിന് സമ്മാനിക്കും വിധം അല്ലെങ്കിൽ സംഭാവന ചെയ്തുകൊണ്ട് ആ ഭരണത്തെ നയിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ അടയാളപ്പെടുത്തി എന്നുള്ളതാണ്. നമുക്കറിയാം VSൻ്റെ സുദീർഘമായ ജീവിതകാലം എന്ന് പറയുന്നത് രാജവാഴ്ചയ്ക്കെതിരെ സ്വാതന്ത്ര്യ സമരകാലത്ത് വലിയ പോരാട്ടങ്ങൾക്കൊപ്പം തുടക്കം കുറിച്ചയാളാണ്. ആ ബോധ്യങ്ങളിൽ നിന്ന് സഖാവ് പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശാനുസരണം കുട്ടനാട്ടിൽ കർഷക തൊഴിലാളിയെ സംഘടിപ്പിച്ചു തുടങ്ങിയതാണ് VSൻ്റെ പോരാട്ടം എന്നുള്ളത്. ആ പോരാട്ടം കടന്നുപോയ വഴികൾ ഏതൊക്കെ നിലകളിലാണ് നടത്തിയില്ലാത്ത പോരാട്ടമായി അഴിമതിക്കെതിരെ, പരിസ്ഥിതിക്ക് വേണ്ടി, അതുപോലെ തന്നെ സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് ഒക്കെ VS നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അതെല്ലാം തന്നെ CPIM എന്ന VS എന്ന വ്യക്തിക്കപ്പുറം CPIM എന്ന ഒരു വലിയ പാർട്ടിയുടെ, ആ പാർട്ടിയുടെ ഏറ്റവും മികവുറ്റ നേതാവായി നിന്നുകൊണ്ട് ഏറ്റെടുത്ത നേതൃപരമായ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളത് ജീവിതാവസാനത്തിലെ ഈ ദൃശ്യങ്ങൾ വരെയും പങ്കുവെക്കുന്നു, ശരിവെക്കുന്നു എന്നുള്ളതാണ്. VS പാർട്ടിയെ വളർത്തുന്നതിൽ VSൻ്റെ വലിയ പങ്കുണ്ട്, വലിയ സംഭാവനയുണ്ട്. അതുപോലെ തന്നെ VSനെ വളർത്തുന്നതിലും ആ അർത്ഥത്തിൽ അതേക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ അനുസ്മരണ ലേഖനത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. പാർട്ടിയെ VS വളർത്തി, VSനെ പാർട്ടി വളർത്തി. ആ നിലയിലുള്ള വലിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വലിയ നേതാവിൻ്റെ വേർപാട് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിലയിൽ ഇപ്പോൾ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലേക്ക് ആളുകളുടെ ഒരു വലിയ ഒഴുക്കുണ്ടാവും. ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ പൊതുദർശനത്തിനായി എത്തിച്ചതേ ഉള്ളൂ. അതിനുശേഷം രാത്രി വൈകി എപ്പോഴും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. അതെല്ലാം തന്നെ ഇവിടുത്തെ ഈ ആൾത്തിരക്കുമായി ബന്ധപ്പെട്ട് കൂടി കിടക്കുന്നു എന്ന് നമുക്കറിയാം. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള മനുഷ്യർ ഇപ്പോൾ ഈ വലിയ തിരക്കിനെയും അവഗണിച്ച്, പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, അതാണ് അതിൻ്റെ വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള മനുഷ്യർ ഒട്ടേറെ നിലകളിൽ വളരെ അവരുടേതായ സവിശേഷമായ ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധേയരായ മനുഷ്യരൊക്കെ ഇപ്പോൾ VSനെ അവസാനമായി കാണാൻ അവിടെ എത്തി ഇങ്ങനെ തൊഴുതുമടങ്ങുന്നു, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ കൃത്യമായി ഒരിടവേളയുമില്ലാതെ ഈ വിവരങ്ങളാകെയും പ്രേക്ഷകർക്ക് മുമ്പാകെ തന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഷീജ ആശുപത്രിയിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ആശുപത്രിയിൽ നിന്ന് ആ മൃതദേഹവുമായി ആ വിലാപയാത്ര മുഖ്യമന്ത്രിയുടെയും മറ്റും നേതൃത്വത്തിൽ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഇങ്ങോട്ടേക്ക് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തും വരെ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് ഏറെ പാടുപെട്ടാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഈ പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ കണ്ടത്. ഇപ്പോൾ നൃപൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. നൃപൻ, അല്പം മുമ്പാണ് ആവേശകരമായ നിലയിൽ ഒരു അന്ത്യാഭിവാദ്യം നേർന്നുകൊണ്ട് തങ്ങളുടെ പ്രിയ നേതാവിന്, പ്രിയ സഖാവിന് CPIMൻ്റെ സമുന്നതരായ നേതാക്കൾ വിട നൽകിയത്, ചെങ്കൊടി പുതപ്പിച്ച്. സ്ഥലത്ത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നിലും ആശുപത്രിക്ക് മുന്നിലും ഒരു മനുഷ്യ സാഗരം തന്നെയാണ്. VSനെ കാണാൻ സമൂഹത്തിന്റെ നാനാ തുറയിലുള്ള മനുഷ്യർ അണമുറിയാതെ ഒരു വലിയ ഒഴുക്കായി, മഹാസമുദ്രമായി, അണമുറിയാത്ത പൊട്ടുന്ന നിലയിൽ കണ്ടമിടർന്ന തരത്തിൽ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അകത്തേക്ക് കയറ്റിയത്. ഇപ്പോഴും ഈ സന്ദർശകർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിൽക്കുന്നവർക്ക് അകത്തേക്ക് കയറാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ തിരക്ക് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട കവാടത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രവർത്തകർക്കും ഈ കാണാൻ, അവസാനം ഒരു നോക്ക് കാണാൻ എത്തിച്ചേരുന്ന എല്ലാ മനുഷ്യർക്കും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഈ പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിൽ നിർവഹിച്ചു. അവിടെ പാർട്ടി പതാക പുതപ്പിച്ചു. പാർട്ടിയുടെ ഏറ്റവും സീനിയറായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും CPIMന്റെ കേരള സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ അറിയിപ്പ് സമർപ്പിച്ച ശേഷം മറ്റ് പ്രവർത്തകർക്കും അണമുറിയാതെ ഒഴുക്കായി AKG സെന്ററിന്റെ ഈ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നിൽ
തടിച്ചുകൂടിയ ജനങ്ങൾക്കെല്ലാം ഇന്ന് രാത്രി മുഴുവൻ കാണുന്നതിന് വേണ്ടി സൗകര്യമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ കയറുന്നതിനേക്കാൾ എൻട്രൻസിന് കയറി വരുന്ന ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പരസ്പരം മുന്നോട്ട് അല്പം പോലും നീങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ അഭൂതപൂർവമായ തിരക്കുണ്ട്. തിരക്ക് ക്രമീകരിക്കുന്നതിന് വേണ്ടി റെഡ് വോളണ്ടിയേഴ്സിന്റെ വലിയ തരത്തിലുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഒപ്പം തന്നെ പോലീസും വലിയ തരത്തിലുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ആൾക്കാർക്ക് അകത്തേക്ക് പ്രവേശിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നിലുള്ള തിരക്കിന് അല്പം ആശ്വാസമാകുന്നതാണ് പാർട്ടി പ്രവർത്തകരുടെയും സംഘാടകരുടെയും പ്രതീക്ഷ. പക്ഷേ വലിയ സമുദ്രമായി AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുൻഭാഗം കണ്ടാൽ സ്ഥലത്ത് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ജനസമുദ്രമായി ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ഇന്ന് രാത്രി ഇവിടെ വച്ച ശേഷം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മാറ്റുമെന്നതാണ് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ട് എത്ര മണിക്ക് ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് അറിയാൻ കഴിയില്ല. കാരണം അത്രയേറെ അദ്ദേഹത്തിന് ഒരു നോക്ക് അവസാനമായി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയേറെ തിരക്ക് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നിലുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞു. ഇനിയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ജനങ്ങളുടെ ജനസമുദ്രമായ പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളെയും വിശ്വാസികളെയും അല്ലാത്തവരുടെയൊക്കെ VS-നെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ വലിയ ഒഴുക്കാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നിലുള്ളത്. അണമുറിയാതെ ഒഴുക്കായി അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടി വലിയ ജനസാഗരമായി AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുൻഭാഗം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവന്ന ആംബുലൻസിന് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ മൃതദേഹം അകത്തേക്ക് എടുത്ത് മാറ്റാൻ കഴിയാത്ത തരത്തിൽ പൊതുദർശനത്തിന്റെ സ്ഥലത്തേക്ക് വരാൻ കഴിയാത്ത തരത്തിലേക്കുള്ള വലിയ തിരക്കായിരുന്നു. വലിയ ബുദ്ധിമുട്ട് ഈ പോലീസിന്റെയും റെഡ് വോളണ്ടിയേഴ്സിന്റെയും വലിയ പരിശ്രമം ഫലമായിട്ടാണ് മൃതദേഹം അകത്തേക്ക് കയറ്റാനായത്. അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ പൊതുദർശനത്തിന് വേണ്ടി ഇതിന്റെ ഹാളിലേക്ക് എത്തിച്ചത്. ഇനി പ്രവർത്തകർക്കും അനുഭാവികൾക്കും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വിവിധ തുറയിലുള്ള മനുഷ്യർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാം കാണാനുള്ള സൗകര്യമാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ ശരത് സൂചിപ്പിച്ചതുപോലെ ആശുപത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ദേശീയ നിർഭൻ ഏറെ പാടുപെട്ട് നിർഭൻ ഇപ്പോൾ സൂചിപ്പിച്ച തരത്തിൽ അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കണ്ടുകൊണ്ട് ഇപ്പോൾ കേരളത്തിന്റെ റവന്യൂ മന്ത്രി K രാജൻ അവിടെ എത്തി അന്ത്യാഭിവാദ്യം അർപ്പിച്ച് അവിടെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവിടെയുണ്ട്. നേതാക്കളൊക്കെയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരണവാർത്ത അറിഞ്ഞ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് സഖാവ് VS-നെ എത്തിച്ചു എന്നറിഞ്ഞ് ഇപ്പോൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നിർഭൻ പറഞ്ഞതുപോലെ അവിടേക്ക് നമ്മൾ കണ്ടതാണ് അല്പം മുമ്പ്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ആ ആംബുലൻസ് വന്ന് ആംബുലൻസിൽ നിന്ന് അകത്തേക്ക് മൃതദേഹം എത്തിക്കാനൊക്കെ പെടുന്ന പാട് കണ്ടതാണ്. അത്ര വലിയ തോതിൽ മുദ്രാവാക്യം വിളികളുമായി തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ ഇപ്പോൾ വളരെ വീതിയേറിയ ആ റോഡുകളാകെയും ഇപ്പോൾ നിശ്ചലമാണ്. അത്ര വലിയ ജനസാഗരമാണ് അവിടെ. ആ നിലയിൽ തന്നെ നിൽക്കുകയാണ്. VS-ന് അവസാനമായി VS-നെ മുദ്രാവാക്യം വിളികളോടുകൂടി യാത്രയയക്കുന്നതിന് വേണ്ടി. ഇനി അങ്ങോട്ട് ഈ വരുന്ന മണിക്കൂറുകളിൽ രാത്രിയേറെയും നാളെയും ഒക്കെ ഈ തലസ്ഥാന നഗരം കാണാൻ പോകുന്നതാണ്. ഇപ്പോൾ TN സീമ അവിടെ CPIM നേതാവുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തകരൊക്കെ വന്നിങ്ങനെ കടന്നു പോവുകയാണ്. നമ്മൾക്ക് കണ്ടാലറിയാം ചുറ്റും അത്രയ്ക്ക് ആളുകളുണ്ട്. അതിനിടയിലൂടെ ഒരു വരിയിലൂടെ ആളുകൾക്ക് ഇങ്ങനെ കടന്നു പോകാൻ കഴിയും വിധത്തിലേക്ക് മാത്രം ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്താൻ കഴിയുന്നത്. അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ MA ബേബി, A വിജയരാഘവൻ, MV ഗോവിന്ദൻ മാസ്റ്റർ ഇവരെല്ലാം ചേർന്ന് സഖാവ് VS-ൻ്റെ മൃതദേഹത്തിൽ ചെങ്കൊടി പുതപ്പിച്ചു. മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ അത് ഏറ്റെടുത്തു. ഈ നേതാക്കളൊക്കെയും തങ്ങളുടെ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം നേർന്ന് ആണ് അവിടെ നിന്ന് മാറിയത്. നമ്മൾ ആ ചെങ്കൊടി പുതപ്പിച്ച ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പം മുമ്പായിരുന്നു AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് അവിടേക്ക് VS-നെ കൊണ്ടുവന്നപ്പോൾ നേതാക്കളെല്ലാവരും ഇരുവശങ്ങളിലായി നിന്ന് ചെങ്കൊടി പുതപ്പിച്ച് പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം നേർന്നത്. അതിനുശേഷം ഇപ്പോൾ ഇത് കണ്ട പ്രവർത്തകരൊക്കെ VS-ന് വേണ്ടി, VS-ൻ്റെ മരണം എന്നുള്ളതില്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം കേരളത്തിൻ്റെ ഈ പുരോഗമന മുന്നേറ്റങ്ങൾക്ക് വേണ്ടി നെടുനായകത്വം വഹിച്ച് ഏറ്റെടുത്തിട്ടുള്ള പോരാട്ടങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ മരണമില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ആ വീരസ്മരണകൾ, VS എന്ന വീരസ്മരണകൾ വീരസ്മരണ ചരിത്രങ്ങളായി മാറുകയാണ്, വീരസമര ചരിത്രങ്ങളായി മാറുകയാണ് എന്നുള്ളതാണ് അവിടെ എത്തിയ ഓരോ പ്രവർത്തകനും വിളിച്ചു പറയുന്നത്. ആവേശകരമായി തന്നെ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ ഓരോന്നും കാണാം. എത്രമാത്രം വലിയ തോതിലുള്ള ഒരു ജനസഞ്ചയമാണ് അവിടെ ഉണ്ടായത്, അവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ നാളെ ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിന് രാവിലെ 9 മുതൽ തീരുമാനിച്ചിട്ടുണ്ട്. അവിടേക്കും ഇതുതന്നെയാണ് ഇപ്പോൾ അത് കഴിഞ്ഞ് നേരെ ആലപ്പുഴയിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു
വലിയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ ദാ AK ആൻ്റണി ഈ വലിയ തിരക്കുകൾക്കിടയിലൂടെ അദ്ദേഹം VS കാണാനായി അവിടേക്ക് എത്തിയിരിക്കുന്നു. VS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. ആ കാലം ഒക്കെ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നു. അതായത് കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അതിനു മുമ്പുണ്ടായ അല്ലെങ്കിൽ അതിന് ശേഷം വന്ന UDF കാലത്തേക്കാൾ അദ്ദേഹത്തിന് പ്രിയങ്കരമായിരുന്നത് LDF കാലമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്ന ഒരു അനുഭവം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ VS കാണാൻ ഈ കാണുന്ന തിരക്കത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുൻപിലുള്ള റോഡിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. റോഡിൻ്റെ ഇരുവശവും കവിഞ്ഞ് അല്ലെങ്കിൽ റോഡ് പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞു, വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയില്ല. അത്ര വലിയ തോതിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൂടെയാണ് ബഹുമാനനായ AK ആൻ്റണി ഇപ്പോൾ VS അവസാനമായി കാണാനായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നൃപൻ, തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചതുപോലെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ മുതിർന്ന നേതാവ് AK ആന്റണി അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, കേരളത്തിലെ മന്ത്രിമാർ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ, സാധാരണപ്പെട്ട പ്രവർത്തകർ, ഒപ്പം തന്നെ വിവിധ ബഹുജന സംഘടനകളുടെ ചുമതലയുള്ള നേതാക്കൾ, പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. ആ റോഡിന്റെ ദൃശ്യങ്ങൾ തന്നെ ശരത്ത് നമ്മൾ ഈ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എടുത്ത് ഇറക്കാൻ കഴിയാത്ത തരത്തിൽ, ആംബുലൻസിന് മുന്നിലോട്ട് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയേറെ തിരക്കായിരുന്നു. ഏകദേശം യൂണിവേഴ്സിറ്റി ആസ്ഥാനം മുതൽ ഈ ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിന്റെ പഴയ സെന്ററിലേക്ക് പോകുന്ന ഇപ്പോഴത്തെ AK സെന്ററിലേക്ക് പോകുന്ന റോഡ് മുഴുവൻ വലിയ തരത്തിലുള്ള ജനസാഗരമായി തന്നെ VS എന്ന ആ മനുഷ്യനെ അവസാനം ഒരു നോക്കി കാണുന്നതിന് വേണ്ടി എത്രയേറെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ, പാർട്ടി പ്രവർത്തകരുടെ ഹൃദയങ്ങളിൽ, കേരളത്തിന്റെ ജനതയുടെ ഹൃദയത്തിൽ VS എന്ന രണ്ടക്ഷരങ്ങൾക്കുള്ള ശോഭയാണ് ഇവിടെ നമ്മൾ ഈ പൊതുദർശനത്തിലും കാണുന്നത്. അത്രയേറെ ജനങ്ങളുടെ ജനസഞ്ചയമായി ഒഴുക്കായി വരുന്നു. മന്ത്രിമാർ ഒക്കെ തന്നെ ആശുപത്രിയിലെത്തിയിരുന്നു. കേരളത്തിന്റെ എല്ലാ മന്ത്രിമാരും ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, AB ജയരാഘവൻ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിയിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് വിലാപയാത്രയായി ആംബുലൻസ് ഇവിടെ എത്തിച്ചേർന്നത്. ആംബുലൻസിനൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മൃതദേഹം AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട കവാടത്തിൽ വെച്ച് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കാത്തുനിന്നു. പക്ഷേ അകത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത തരത്തിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടസ്സം സൃഷ്ടിച്ച് വഴി ഒരുക്കിയെങ്കിലും അതെല്ലാം ബാരിക്കേഡെല്ലാം മറികടന്ന് അത്രയേറെ പാർട്ടി പ്രവർത്തകർ മുന്നോട്ടാഞ്ഞ് VS കണ്ടമിടർന്ന ഭാഷയിൽ തന്നെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും പുറത്ത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പുറത്തുള്ള ദൃശ്യങ്ങളിൽ തന്നെ ശരത്ത് കാണാം. വലിയ തരത്തിലുള്ള ജനസാഗരമാണ്. അവരിപ്പോഴും നിലയ്ക്കാതെ നിർത്താതെ VS അനുസ്മരിച്ചുകൊണ്ട്, VS പഴയ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട്, VS എങ്ങനെയാണ് ഓരോ പാർട്ടി പ്രവർത്തകന്റെയും CPM പ്രവർത്തകന്റെയും തിരകളിൽ ജ്വലിക്കുന്ന ഓർമ്മയായി എങ്ങനെയാണ് അവശേഷിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോരുത്തരുടെയും മുദ്രാവാക്യം. ആ മുഖരിതമായ മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെയാണ് VS ചേതനേറ്റ ശരീരം AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് അകത്തേക്ക് കൊണ്ടുവന്നത്. VS നിരവധി കാലം പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ച കേന്ദ്രമാണ് AKG പഠന ഗവേഷണ കേന്ദ്രം. ഇവിടെയാണ് നിർണായകമായി VS പാർട്ടിയെ സംബന്ധിച്ച് ചലിപ്പിക്കുന്ന നിർണായക ഘട്ടങ്ങളിലെല്ലാം നിർണായക തീരുമാനങ്ങൾ എടുത്തത്. അവിടെയാണ് VS ഈ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഹാളിലാണ് VS ഇപ്പോൾ അവസാനം ചേതനേറ്റ ശരീരമായി അന്ത്യാഞ്ജലി കാത്ത് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ അന്ത്യാഞ്ജലി എത്തിച്ചേർന്നിട്ടുള്ളത്. ആ വലിയ തരത്തിലുള്ള ജനങ്ങളുടെ വലിയ തിരക്കും ആവേശവുമാണ് ഒരിക്കലും വിവിധ തുറകളിലുള്ളവർ, നാനാ തുറകളിലുള്ളവർ, മന്ത്രിമാർ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ, അങ്ങനെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ, അവരുടെ പ്രവർത്തകർ, അവരുടെ അണികൾ, പാർട്ടിക്ക് അതീതമായി VS എങ്ങനെയായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് സ്വാധീന ശക്തിയായി നിന്നത് എന്നതിനുള്ള നേർചിത്രമാണ് AKG പഠന ഗവേഷണത്തിന്റെ മുന്നിൽ ഈ തടിച്ചുകൂടിയ ജനങ്ങളുടെ ആ വികാര വായ്പുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അത് ആശുപത്രിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ അതിഗുരുതരമായ രീതിയിലേക്ക് അദ്ദേഹം പോവുകയാണ് എന്ന് 3 മണിയോടുകൂടി അറിയിപ്പ് വന്ന മുതൽ ഒതുങ്ങിയെത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹചാരികളായിരുന്ന അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച, അദ്ദേഹത്തിനോട് ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകർ, തിരുവനന്തപുരം ജില്ലയിലെ MLA-മാർ, മന്ത്രിമാരൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തി. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ ഏകദേശം 1.5 മണിക്കൂറോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിൽ ചിലവഴിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ നടപടികൾ പൂർത്തിയാക്കി
മൃതദേഹം വിട്ടുകിട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തി മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിൽ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴേക്കും VSന്റെ മൃതദേഹം പൊതുദർശനത്തിന് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ വയ്ക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് വലിയ ജനസമുദ്രമായി AKG പഠന ഗവേഷണ കേന്ദ്രം മാറുകയായിരുന്നു. ഇപ്പോൾ അണമറിയാത്ത ഒഴുക്കുണ്ട്. ജനങ്ങൾ ആവേശത്തോടുകൂടി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തിരിക്കുകയാണ് AKG പഠന ഗവേഷണത്തിന്റെ മുന്നിൽ. അപ്പോൾ നിർവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം ആളുകൾ എന്തുകൊണ്ട് പ്രായഭേദമന്യേ VSനെ കാണാൻ അവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതിലേറ്റവും ശക്തമായ നിലയിൽ ഒരു നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് VS നടത്തിയ ഇടപെടലുകൾ തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി VS നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. പരിസ്ഥിതിയെ മുൻനിർത്തി യാന്ത്രിക പരിസ്ഥിതിവാദത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് കേരളത്തിൻ്റെ പുരോഗമന മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പരിസ്ഥിതി നിലപാടുകൾ എടുത്ത ആള് VS എന്ന നിലയിൽ VS ഉണ്ട്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗത്ത് VSനെ നമുക്ക് VSൻ്റെതായ രീതിയിൽ വളരെ സവിശേഷമായി കാണാനാകും. രാഷ്ട്രീയമായും നിയമപരമായും പോരാടിയ VSനെ നമുക്ക് അവിടെ കാണാനാകും. അപ്പോൾ ഭാവി കാലത്തേക്ക് വരുന്ന വർഗീയ വിരുദ്ധ, സാമ്രാജ്യത്വ വിരുദ്ധ, ജനാധിപത്യ സംരക്ഷണത്തിനായി പ്രത്യേകിച്ച് ഭരണഘടനാ സംരക്ഷണം എന്നതൊക്കെ ഏറ്റവും വലിയ അനിവാര്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും പോരാട്ടവുമായ വരുംകാല സമരങ്ങളുടെ വരും തലമുറകളുടെ ഏറ്റവും ആവേശകരമായ ഒരു പ്രതീകമായി, ഓർമ്മയായി, ആവേശമായി VS ഉണ്ടാകും. എങ്ങനെയാണ് വിഷയങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടത്, അത് എങ്ങനെയാണ് അതിൻ്റെ ഗൗരവത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതെങ്ങനെയാണ് അതിൻ്റെ സമരത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കേണ്ടത് എന്നതുപോലെയുള്ള തലത്തിലാണ് VS വ്യത്യസ്തനാകുന്നത്. ആ നിലയിൽ VS അതിശക്തമായ നിലയിലുള്ള തൻ്റേതായിട്ടുള്ള രീതി, ഇടപെടലുകൾ ഒക്കെ കാഴ്ചവെച്ച നേതാവ് തന്നെയാണ്. അതിലൂടെയാണ് CPIM എന്ന ഒരു പ്രസ്ഥാനം, കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം കരുത്താർജിച്ചിട്ടുള്ളത്. അങ്ങനെ CPIMനെ കരുത്താർജിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം, ഏറ്റവും കരുത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്ത നിലയിൽ വന്നിട്ടുള്ള നേതൃസ്ഥാനീയരിൽ വളരെ പ്രമുഖനായ ആൾ തന്നെയാണ് VS. ആ നിലയിലാണ് VSൻ്റെ ഇടം. അതുതന്നെയാണ് വരും തലമുറകൾ ഏറ്റെടുക്കുന്ന സമരത്തിൻ്റെ ആവേശകരമായ മാതൃക എന്ന നിലയിൽ തന്നെയാണ് ഈ വന്നു ചേർന്ന ജനസമൂഹമാകെ പ്രായഭേദമന്യേ എല്ലാവരും ഒറ്റ സ്വരത്തിൽ, ഒറ്റ ആവേശത്തിൽ, ഒരേ ആവേശത്തിൽ ഒരുപോലെ VSന് വേണ്ടി ഈ മുദ്രാവാക്യം മുഴക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ട നേതാവാണ്. പോരാട്ടങ്ങളുടെ ആവേശകരമായ പ്രതീകമായി ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവുമായി VSനെയും കണ്ട ആളുകളാണ്. അതേസമയം CPIM പ്രവർത്തകർ മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികൾ ആകെ അവിടേക്ക് എത്തുന്നു. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ വലിയ തോതിൽ അവരുടേതായ ഇടം പിടിച്ച മനുഷ്യരൊക്കെ ഈ തിരക്കുകൾ ഇടയിലൂടെ അവിടെ എത്തുന്നു. രാഷ്ട്രീയ എതിരാളികളായി വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ നിന്നവർ ആ നേതാവിനെ, VSനെ ആദരിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അതിലേറ്റവും വലിയ കാഴ്ചയായിരുന്നു അല്പം മുമ്പ് വന്ന ശ്രീ AK ആൻ്റണി, കോൺഗ്രസിൻ്റെ രാജ്യത്തെ തന്നെ തലമുതിർന്ന നേതാവ്. അദ്ദേഹം ഈ തിരക്കുകൾ